മെയ് 24 മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായും കമ്മീഷൻ അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൽ അടുത്ത വർഷം പര്യടനം നടത്തും. ആസാം, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകളും അടുത്ത വർഷം നടത്താനും തീരുമാനം. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീയതി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ? സുരേഷ്, കേരളമടക്കം 4 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളാണ് ഇനി അടുത്ത 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചന നൽകുന്നത്. ഇതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ആരംഭിക്കുകയും ചെയ്തു. കേരളം, ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ് പൂർത്തീകരിക്കേണ്ടത്. ഇതിൽ ഏപ്രിൽ മെയ് മാസത്തോടുകൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. മെയ് 24 ഒരു അന്തിമ തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. മെയ് 24 മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുക, ജൂൺ ആദ്യവാരത്തോടുകൂടി പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുക എന്ന രീതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ കാര്യങ്ങൾ നീക്കുന്നത്. ഇതിന്റെ ഭാഗമായി എത്ര തവണ തെരഞ്ഞെടുപ്പ് നടത്തണം, എത്ര ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം, വോട്ടിംഗ് തീയതിയൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും. ഇതിനു മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൽ പര്യടനം നടത്തും, ഒരുക്കങ്ങൾ വിലയിരുത്തും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുന്ന സൂചന. തമിഴ്നാട്ടിൽ മാത്രമാണ് അവർക്കൊരു ആശങ്കയുള്ളത്. വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ തീയതി നിശ്ചയിക്കുന്നത് ചിലപ്പോൾ വൈകിയേക്കും. പക്ഷേ ആസാം, പശ്ചിമ ബംഗാൾ, കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെയാണ്. മെയ് 24 മുമ്പ് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. സന്തോഷ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര ഘട്ടങ്ങളായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക എന്ന നിലയിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നും വിശദാംശങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ തന്നെയും അടുത്ത വർഷം, അതായത് ജനുവരി മാസങ്ങളിലടക്കം കമ്മീഷൻ കേരളത്തിൽ പര്യടനം നടത്തുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണോ ഉള്ളത്? സുരേഷ്, അക്കാര്യത്തിൽ നമുക്കൊരു ഉറച്ച ഏതെങ്കിലും ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തതായി അറിയില്ല. പക്ഷേ 3-ൽ കൂടുതൽ ഘട്ടങ്ങളിലേക്ക് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പര്യടനം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ഘട്ടം തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാം, 3 ഘട്ടത്തിൽ കൂടുതൽ ചിലപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കും. വ്യക്തമാണ്. മെയ് 24 മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായും കമ്മീഷൻ അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൽ അടുത്ത വർഷം പര്യടനം നടത്തും. ആസാം, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകളും അടുത്ത വർഷം നടത്താനും തീരുമാനമായി. ഇതിന്റെ വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് നൽകിയത്.